നമസ്കാരം, എല്ലാവർക്കും സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെറായി ബീച്ചിലാണ്. അപ്പോൾ ബീച്ച് സൈഡ് വന്നപ്പോഴും നമുക്ക് അറിയാം സീ ഫുഡിൻ്റെ രുചികളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ പങ്കിടാൻ പോകുന്നത്. അപ്പം ചെറായി ബീച്ചിനടുത്തുള്ള ശിവേട്ടൻ്റെ കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ മീനുകളും അതിൻ്റെ രുചികളും അത് ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ നമുക്ക് ഇന്നൊന്ന് കാണാം. 27 വർഷമായിട്ട് തുടങ്ങിയ ഒരു കടയാണ്. അതായത് ഇന്ന് നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് ഇത്രയും വലിയ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ? ഇവിടെ ഇപ്പം കാളാഞ്ചി ഉണ്ടാവും. കടലിൽ നിന്ന് കിട്ടുന്ന ഒരു പുന്നാരി എന്നും പറഞ്ഞ ഒരു മീനുണ്ട്. കടലിൽ നിന്ന് ഡയറക്റ്റ് അത് ഈ വെള്ളം കോരികൾ ഉണ്ടല്ലോ. വെള്ളം കോരികൾ എന്ന് വെച്ചാൽ ബോട്ടിൽ സഹായിക്കാൻ പോണ ആൾക്കാർ അവരെ ഏറ്റവും ഫ്രഷ് ആയിട്ട് എടുക്കുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ളത് അവരെടുത്ത് മാറ്റി വെക്കും. ആ സാധനം വിൽക്കണ ചില തട്ടുകളുണ്ട്. മറ്റേത് ചിലപ്പോൾ 7 ദിവസത്തി 10 ദിവസത്തി തന്നെ ആയിരിക്കും. അപ്പൊ ഈ സാധനം നമ്മ ഇങ്ങനെയുള്ള സാധനം പിന്നെ ഇപ്പൊ കാളാഞ്ചി, കരിമീൻ, ചെമ്മീൻ, കൂന്തല്, കക്ക, ഞണ്ട്, കല്ലുമ്മക്കായ എല്ലാം, മുരിങ്ങിറച്ചി, ഓയിസ്റ്റർ. മുരിങ്ങിറച്ചി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പിടികിട്ടൂല. ഓയിസ്റ്റർ ആ പറഞ്ഞ വിദേശികൾക്കൊക്കെ അറിയാം. അതിനൊക്കെ നല്ല ഇപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഓയിസ്റ്റർ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുത്തെ ഞണ്ടിൻ്റെ കറിയാണ് വെച്ച് തരാമെന്ന് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഞണ്ട് കറി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം, ഇല്ലേ അമ്മേ? ഓക്കെ. അപ്പോൾ ഇത് ഈ ജീവനോടെ തന്നെ ഞണ്ടുകൾ ഇവിടെ ഉണ്ട്. ഇതിനെ ലൈവായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ എടുത്ത് അത് ഇങ്ങനെ ചെയ്യാതെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈവ് പോലെ എടുത്താണ് ഇതിനെ നമ്മൾ ഇതുപോലെ ഫ്രഷ് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പം അമ്മയാണോ ഇവിടെ എന്നും ഇതിനെ വൃത്തിയാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യണത്? ഇല്ല, ഇപ്പൊ ഇവര് ജോലിക്കാറുണ്ട്. മുമ്പൊക്കെ നമ്മ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ പണിക്കാറുണ്ടല്ല, അവര് ചെയ്യും. അല്ലാത്തരത്ത് നമ്മളും ചെയ്യും. ഇതിപ്പം കടലിലെ ആണോ? ഇത് പുഴയിലെ. അപ്പോൾ നമ്മളിതിനെ ക്ലീൻ ആക്കി വെച്ചു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ? വെള്ളം ഒഴിക്കാം. കുടംപുള്ളി, ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, പച്ചമുളക്. എത്ര നേരം എടുക്കും? 10 മിനിറ്റ് എടുക്കും. നമ്മൾ അടച്ചു വെക്കണം. നമ്മുടെ ഈ ഞണ്ടേ എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ ഇട്ട് വെച്ചു. അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഈ രീതിയിലാണോ? എന്താ എളുപ്പത്തിൽ വെക്കുന്ന രീതിയിൽ? ഞണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പ രീതി ഇതേപോലെ തന്നെ വേവിച്ചിട്ട്. അപ്പൊ കൂടുതലും ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ ജീവനോടെ തന്നെ നമ്മ നന്നാക്കി എടുത്തിട്ട് പോയി കഴുകി നന്നാക്കിയിട്ട് കഴുകൂല, കഴുകിയിട്ട് നന്നാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മ പറ്റിച്ച് പിന്നെ ഇഞ്ചി സവാള വാട്ടി ഇഞ്ചി ഇനിയുണ്ട് പ്രോസസ്സ്. ഇനിയുണ്ട്. സവാളയില് അരികളൊക്കെ ഇടണ്ടേ? നമുക്കിനി അങ്ങോട്ട് കിടക്കാം. നമ്മൾ സവാള വാട്ടാൻ പോകണല്ലേ? വെളിച്ചെണ്ണ, സവാള, പച്ച സവാള. ഇതിപ്പോ വാട്ടി വെച്ചാക്കണ കാരണം അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ശകലം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാധാ മുളക്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല പൊടിച്ചത്,
ഇതൊക്കെ നമ്മൾ പൊടിച്ചെടുക്കണതാണ്. പൊടിച്ചിട്ട് കുരുമുളക് ഇതൊക്കെ പൊടിച്ച് എടുക്കണം. ഇത് ഈ മീറ്റ് മസാല. വെള്ളം പറ്റിപ്പോയി. നമ്മുടെ ക്രാബിന്റെ പണിയെല്ലാം കഴിഞ്ഞു, പെട്ടെന്നായിരുന്നു അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തീർന്നു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പം നമ്മുടെ ക്രാബ് കറി റെഡി ആയിട്ടുണ്ട് ഇല്ലാമേ. അപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തായോ. നമ്മുടെ ക്രാബ് അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടല്ലേ, ലൈവായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്യാം അല്ലേ. നമ്മളിത് ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിലേ കഴിക്കണത്. രണ്ടായിട്ട് പൊളിക്കുക. ഇത് കഴിക്കണ രീതികളൊക്കെ ഉണ്ട്, ഇങ്ങനെ രണ്ടായിട്ടൊക്കെ പൊളിച്ചൊക്കെയാണ്. ഇച്ചിരി ചൂടുണ്ട്, ഇവിടെ നമുക്കിത് ഈ കാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം അമ്മ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഇത് വീട്ടിൽ ഉണ്ടാക്കാമെന്നൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ചെറായി ബീച്ചിലേക്ക് വരുന്നവർ എന്തായാലും ഈ അമ്മയുടെ സ്പെഷ്യൽ ക്രാബ് കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരണം. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ ആയിട്ടാണ് ഇവിടെ പണിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വീട്ടിലുണ്ടാക്കുന്നവരെ അമ്മമാരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം, അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്താണ് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. വേറൊരു എപ്പിസോഡിൽ അടുത്തൊരു ഐറ്റമായിട്ട് വരുന്നത് വരെ ബൈ.